അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അൽഹംദുലില്ലാഹ്, ഇന്ന് ഞങ്ങളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഇവിടെ സ്ഥലപ്പേരെന്താ? മമ്പറത്തടുത്ത് ചെണ്ടപ്രായം എന്ന് പറഞ്ഞ സ്ഥലം, മമ്പറ അടുത്ത്. ഇവിടെ നമ്മളെ മടവൂർ ഷെയ്ഖുനാക്ക് ഒരുപാട് കാലം ഹിദ്മത്തെടുത്തു കൊടുക്കാനും ഷെയ്ഖുനയുടെ കൂടെ കൂടാനൊക്കെ ഭാഗ്യം കിട്ടിയ നമ്മൾ ഒരുപാട് ആളുകളുടെ അനുഭവത്തിൽ കോയക്കാനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പറമ്പിൽ പള്ളി കോയാക്ക, പറമ്പിൽ പള്ളിയിൽ ഒരുപാട് കാലം അവിടുത്തെ ഹിദ്മത്തെടുത്ത് കൂടിയ ഒരാളാണ് കോയാക്ക. ഷെയ്ഖുനായിട്ട് നല്ല ബന്ധമായിരുന്നു. അവരുടെ മകൻ അവരുടെ മകൻ്റെ അബ്ദുൽ ലത്തീഫ് മുസ്ലിയാരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അവിടെ ഇപ്പോൾ ബാപ്പക്ക് പകരം അവിടുത്തെ മക്കാമിലെ ഒരു ഹിദ്മത്തുമായി നിൽക്കുന്നത് ലത്തീഫ് മുസ്ലിയാരാണ്. പിന്നെ കാരണവന്മാരുണ്ട്. ഇവരെ കാരണവന്മാരും ഇവരെ കുടുംബക്കാരും ഇവരെ കാരണവരൊക്കെ അവിടെ ഇപ്പൊ ആ മക്കാമില് നോക്കി നടത്തുന്നു. വാപ്പയായിട്ട് കാണിച്ചു തന്നൊരു വഴി മക്കള് കൊണ്ടു നടക്കുന്നു. ഏതായാലും ഇന്ന് കാഫിലയിൽ ലത്തീഫ് മുസ്ലിയാരാണ് അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. അള്ളാഹു ഓർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പ്രത്യേകിച്ച് ബാപ്പക്ക് അള്ളാഹു ഖബറിൽ ഷെയ്ഖുനായുടെ വലിയ സഹായവും ഒക്കെ അള്ളാഹു നൽകട്ടെ. ഓരോ പൊരുത്തവും മദതൊക്കെ അള്ളാഹു നമുക്കും തരട്ടെ. ഈ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട്, പ്രത്യേകിച്ച് റമദാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഷെയ്ഖുനായുടെ ഉറൂസ് അടുത്തിങ്ങനെ വരുന്നു. ഏതായാലും ലത്തീഫ് മുസ്ലിയാരാണ് ഇന്ന് അനുഭവം കാഫിലയിൽ പങ്കുവെക്കുന്നത്. ഓരോ നമുക്ക് കാഫിലയിലേക്ക് സ്വാഗതം ചെയ്യാം. എന്തൊക്കെ റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. ഏതായാലും നിങ്ങൾ പോയതും നിങ്ങളെ കൊണ്ടുപോയതും നിങ്ങളുടെ വാപ്പയുടെ അനുഭവമൊക്കെ ആയിട്ട് ഇൻഷാ അള്ളാഹ് ഒന്ന് മടവൂർ കാഫിലയിൽ സംസാരിക്കണം. ഏതായാലും നിങ്ങൾ CM വലിയുള്ളാനെ കാണാൻ പോകുന്നത് എങ്ങനെയായിരുന്നു? ഉപ്പയായിട്ടാണോ കൊണ്ടുപോയത്? അല്ല, ഞാൻ CM വലിയുള്ളാനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഓർമ്മ ഉണ്ട്. അതായത് ഞാൻ എൻ്റെ അനിയന് ഇപ്പോൾ മരണപ്പെട്ടു പോയി. അനിയനൊരു അസുഖമുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ഹാർട്ടിന് ബാൾവിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അവന് പ്രത്യേക തരം അസുഖവും കൈക്കൊക്കെ ഒരു പ്രത്യേകം നിറവുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളടുത്തൊരു ഉസ്താദ് അവിടെ മദ്രസയിൽ വന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അവരങ്ങനെ കണ്ട് പരിചയപ്പെട്ട് ഉമ്മാനോട് പറഞ്ഞിങ്ങനെ മടവൂർ CM വലിയ അന്ന് മടവൂർ പാപ്പ എന്ന് അറിയപ്പെടുക നമ്മളടക്കം. മടവൂർ പാപ്പ പറഞ്ഞിട്ട് ഒരാളുണ്ട്, മൂപ്പരടുത്ത് പോയാൽ മതി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി ഓർമ്മയുണ്ട്. ഞാനും ഉമ്മയും എൻ്റെ അനിയനും എൻ്റെ മൂത്തമ്മയുണ്ട്. ഓര് മരണപ്പെട്ടു പോയി. അപ്പോൾ അവിടെ ചെന്ന് ബസ്സിനാണ് പോയത്. അവിടെ കിടന്നപ്പോൾ മൂപ്പര് ഇങ്ങനെ കട്ടിൽ ചെരിഞ്ഞ് കിടക്കുക, മുഖം അങ്ങോട്ടാക്കിയിട്ട് മുഖം അപ്പോൾ കാണില്ല. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് മൂപ്പര് എന്തേ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പാപ്പയെ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖം ഇങ്ങനെയൊക്കെ ഉണ്ട്, ഓപ്പറേഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ മൂപ്പര് അങ്ങോട്ട് എന്താ പറയുക, ഹാല് മാറിങ്ങോട്ട് ഇങ്ങനെ നീർന്നിങ്ങോട്ട് നിന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു. ആ നോട്ടത്തിലാണ് മൂപ്പരെ നമ്മൾ കാണുന്നത്. കത്തി വെക്കരുത്, കുത്തി വെച്ചാൽ കുട്ടി മരണപ്പെട്ടു പോകുന്നത്. അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പക്ഷെ അള്ളാഹിൻ്റെ കള്ളാണ്. പക്ഷെ ഡോക്ടർമാരൊക്കെ 10 വയസ്സ് അതിലപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല, 10 വയസ്സോടുകൂടെ എല്ലാം തീരും എന്നുള്ള ഇതിലാണ്. പക്ഷെ അള്ളാഹിൻ്റെ കള്ളാണ്. മരണം എപ്പോഴും വരുമല്ലോ. പക്ഷേ 21-22 വയസ്സ് വരെ അവനക്കൊരു ബുദ്ധിമുട്ടും അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതെ. പക്ഷെ മരണമൊക്കെ വലിയ അത്ഭുതമുള്ള മരണങ്ങൾ തന്നെയാണ്. അവനല്ല ഇതായിരുന്നു. ആ മരണപ്പെട്ടതിന് ശേഷം വന്ന രംഗങ്ങളൊക്കെ പാപ്പ കിനാവിൽ കണ്ടതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഖബറിൽ കിടക്കുന്ന രൂപങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അത്ര സമയമുള്ളൂ. നമ്മൾ അള്ളാഹിൻ്റെ കലാവാണ്. ഒരു ബുദ്ധിമുട്ടില്ല. നല്ല എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. നമ്മളെ ചെറിയ കുട്ടികളാണ് കൂടുതലും അവൻ്റെ കമ്പനിക്കാരൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ തൊട്ടപ്പത്തിന് എൻ്റെ മൂത്തമ്മ പറഞ്ഞ്, മൂത്തമ്മക്ക് ഇവിടെ ഒരു കുരുണ്ട്, ഒരു ഉള്ളിലേക്ക് പച്ച കളറായിട്ട് ഒരു കുരു. അപ്പോൾ ആ കുരു വല്ലാതെ വേദനയായിട്ട് മൂത്തമ്മ ഇടങ്ങാറായി കിടക്കും. അപ്പോൾ ആ വന്ന സമയത്ത് പാപ്പനോട് പറഞ്ഞു, ഇത് ഇങ്ങനെ കുരുണ്ട്, അതും കീറണം എന്നാണ് പറഞ്ഞത്. കീറുക, കത്തി വെക്കുന്ന പരിപാടി വേണ്ട, അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സംഗതി പോയിട്ടില്ലെങ്കിലും ആ വേദന അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞത്. പക്ഷെ ആ സാധനം പോകണമെന്നല്ല, ബുദ്ധിമുട്ട് എന്താണ് അതുള്ളതുകൊണ്ട് എന്താണ് വേദന കടിച്ചിൽ പ്രയാസങ്ങളാണ്. അതുകൊണ്ട് ആ പിന്നെ എന്ത് ചെയ്തിട്ടില്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ലായിട്ടില്ല. അതവിടെ അങ്ങനെ നിന്നൊരു മറുപൊരു ഇതായിട്ട് അവിടെ അങ്ങനെ പിന്നെ അങ്ങനെ കുറേ ആയിട്ട് ചുരുങ്ങി പോയി. ആ കല അവിടെ ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു. എന്നല്ലാതെ അതിനോട് വേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമില്ല. പിന്നെ അതാണ് നമ്മൾ ഫസ്റ്റിലായിട്ട് CM വലിയുള്ളാനെ കണ്ട ആ ഒരു ഓർമ്മ.